ഇന്ന് കേരളം അതിസങ്കീർണമായിട്ടുള്ള അവസ്ഥയിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. കേരളത്തിൻ്റെ ഗവർണർ പറയുന്നതനുസരിച്ച് കേരളത്തിൻ്റെ വൈസ് ചാൻസലർ, കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ പ്രവർത്തിക്കുന്ന ഒരു കാഴ്ച ഞങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുന്നു. RSS ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന രൂപത്തിലേക്ക് കേരള സർവകലാശാല VC മോഹൻ കുന്നുമേൽ മാറുന്നു. അദ്ദേഹം റഷ്യയിലേക്ക് ടൂർ പോകുന്നു എന്നാണ് നമുക്കറിയാൻ വേണ്ടി കഴിഞ്ഞത്. അദ്ദേഹത്തിന് സ്ഥിരമായി ടൂർ പോകേണ്ട സ്ഥിതി കേരള യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാവുമെന്ന് മോഹൻ കുന്നുമേലിനെ ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ നിയമത്തിന്, അദ്ദേഹത്തിൻ്റെ ചുമതലയിൽപ്പെട്ട കാര്യമല്ല അദ്ദേഹം നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. ഗവർണർ ഒരു കാര്യം പറയുമ്പോൾ അതേപടി തന്നെ നടപ്പിലാക്കുന്ന തരത്തിലേക്ക് അദ്ദേഹം പോകുന്നു. കേരള യൂണിവേഴ്സിറ്റിയുടെ ഹാൾ വാടകയ്ക്ക് കൊടുക്കുന്നു. ആ വാടകയ്ക്ക് കൊടുക്കാൻ രജിസ്ട്രാറിനാണ് ഉത്തരവാദിത്വം. ആ കേരള യൂണിവേഴ്സിറ്റിയുടെ നോംസ് അനുസരിച്ചല്ലാതെ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ആ പരിപാടി നടത്തരുതെന്ന് ആവശ്യപ്പെടാനുള്ള അധികാരം യൂണിവേഴ്സിറ്റിക്കുണ്ട്. അത് ഉപയോഗപ്പെടുത്തിയ ആ രജിസ്ട്രാറിനെ വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്യാൻ എന്ത് അധികാരമാണ് വൈസ് ചാൻസലർ ഉള്ളതെന്ന് അദ്ദേഹം പറയണം. എന്ത് അധികാരമാണുള്ളത്? യൂണിവേഴ്സിറ്റിയുടെ നിയമം പാസ്സാക്കുന്നത് കേരള സർക്കാരാണ്. അതേപോലെ തന്നെ സിൻഡിക്കേറ്റാണ് രജിസ്ട്രാറെ ചുമതലപ്പെടുത്തുന്നത്, രജിസ്ട്രാറെ നിയമിക്കുന്നത്. ആ രജിസ്ട്രാറിനെതിരെ നടപടിയെടുക്കാൻ സിൻഡിക്കേറ്റിന് മാത്രമേ അധികാരമുള്ളൂ. അങ്ങനെ അധികാരമുള്ളൂ എന്നുള്ളപ്പോൾ തന്നെ അദ്ദേഹം അതെല്ലാം ലംഘിച്ചുകൊണ്ട് ഈ പറയുന്ന VC ഗവർണറുടെ അനുസരണം ഈ നടപടിയെടുക്കാൻ വേണ്ടി തയ്യാറായി. അദ്ദേഹം പറഞ്ഞെന്താ? ഗവർണർ എന്താ പറഞ്ഞ്? അദ്ദേഹത്തിന് അവിടെ അനാദരവ് കാണിച്ചു. എങ്ങനെയാണ് അനാദരവ് കാണിക്കാതിരിക്കുക? ഇരിക്കേണ്ട സീറ്റിന്റെ എന്താണ് പ്രാധാന്യമെന്ന് തിരിച്ചറിയാത്ത ഒരാളായി ഗവർണർ മാറിയിരിക്കുന്നു. അദ്ദേഹത്തിന് എവിടെ വേണോ ഫോട്ടോ കൊണ്ടുവയ്ക്കാം, അദ്ദേഹത്തിന് എവിടെ വേണോ പടം വയ്ക്കാം. പക്ഷേ അത് വെക്കേണ്ടത് പൊതുജനങ്ങളുടെ പൈസ കൊണ്ടാവരുത്, പൊതുജനങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയിലാവരുത്. അദ്ദേഹത്തിന്റെ ഇഷ്ടം നിറവേറ്റാൻ അദ്ദേഹം വേണമെങ്കിൽ കോവളം ബീച്ചിലോ ശംഖവളം ബീച്ചിലോ എവിടെ വേണമെങ്കിലും അദ്ദേഹത്തിന് കൊണ്ടുവെക്കാം. അദ്ദേഹത്തിന്റെ വീട് എവിടെയാണോ അദ്ദേഹത്തിന്റെ സ്വവസതിയിൽ അദ്ദേഹത്തിന് എന്തുമാവാം. ഈ രാജ്ഭവൻ പോലും, അദ്ദേഹം അന്തിയുറങ്ങുന്ന രാജ്ഭവൻ പോലും ഈ പൊതുജനങ്ങളുടെ സ്വത്താണ് എന്ന് അർലേക്കർ മറന്നു പോകരുത്. അത് പൊതുജനങ്ങളുടെ സ്വത്താണ്. അദ്ദേഹത്തിന് സ്വന്തമായി വസതി ഉള്ളപ്പോ അദ്ദേഹം വേണമെങ്കിൽ ആരെ ഫോട്ടോ വേണോ വെക്കട്ടെ. അതിനു പകരം പൊതുജനങ്ങളുടെ പൈസ കൊടുത്ത് സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ ഈ പറയുന്ന RSSന്റെ അജണ്ട നടപ്പിലാക്കപ്പെടുകയാണ്. ഗവർണർ, നിങ്ങൾ മറന്നു പോകരുത്. ഇവിടെ മുമ്പൊരു ഗവർണർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാണ്. വൈസ് പ്രസിഡന്റ് സ്ഥാനം സ്വപ്നം കണ്ട് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെല്ലാം കൈപ്പിടിയിൽ ഒതുക്കി കളയാമെന്ന് വിചാരിച്ച ആരിഫ് മുഹമ്മദ് ഖാന് കേരളത്തിന് മുന്നിൽ നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഞങ്ങളെ കൊണ്ട് തെരുവിലിറങ്ങിപ്പിക്കരുത്. ഞങ്ങൾ തെരുവിലിറങ്ങിയാൽ നിങ്ങൾ റോഡിലിറങ്ങണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും, DYFI തീരുമാനിക്കും. ഒരു സംശയവുമില്ല. അതാണ് കേരളത്തിന്റെ ചരിത്രം. ഞങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങൾ റോഡിലിറങ്ങില്ല, ഞങ്ങൾ തടയാൻ തീരുമാനിച്ചാൽ നിങ്ങൾ റോഡിലിറങ്ങില്ല. ഒരു സംശയവും വേണ്ട. ഇത് കേരളമാണ് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് നിങ്ങളുടെ നിയമത്തിൽ നിൽക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം. പരിപാവനമായിട്ടുള്ള കേരള യൂണിവേഴ്സിറ്റിയെ, നീറ്റ് റാങ്കിങ് എല്ലാം തന്നെ 1ാം സ്ഥാനം നിൽക്കുന്ന കേരള യൂണിവേഴ്സിറ്റിയെ ഒരു കാവിക്കോട്ടയാക്കാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരിക്കില്ല എന്ന് ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ഈ അവസരം ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ വെച്ച് നിർത്തിക്കൊള്ളണം. നിർത്താൻ നിങ്ങൾ തയ്യാറായില്ല എങ്കിൽ ഞങ്ങൾ അതിഭീകരമായിട്ടുള്ള പ്രക്ഷോഭമായി തെരുവിൽ ഞങ്ങൾ ഉണ്ടാവും, DYFI ഉണ്ടാവും. അതിന് ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ ഇന്നിവിടെ തീരുമാനിച്ചത് ഇവിടെ വന്ന് ഇരുന്നിട്ട് പോകാൻ വേണ്ടിയാണ്. ഞങ്ങൾ അകത്ത് കയറണമെന്ന് തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഇനി ആര് തടഞ്ഞാലും ശരി തന്നെ ഞങ്ങൾ അകത്ത് കയറിയിരിക്കും. അതാണ് DYFI. അതുകൊണ്ട് ഞങ്ങളെ ഇനിയും അതിതീക്ഷണമായ സമരത്തിലോട്ട് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാൻ അർലേക്കറടക്കമുള്ള RSSന്റെ കാര്യാലയത്തിലെ ചുമതലപ്പെടുത്തുന്ന അർലേക്കർ നിങ്ങൾ നിർത്തിക്കൊള്ളണം. ഇത് നിർത്താൻ നിങ്ങൾ തയ്യാറാവണം. കേരള യൂണിവേഴ്സിറ്റിയെ കാവ്യവൽക്കരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ ഞങ്ങൾക്ക് കണ്ടു നിൽക്കാൻ വേണ്ടി കഴിയില്ല. പാവങ്ങളുടെ മക്കൾ പഠിക്കുന്ന കലാലയമാണ് കേരള യൂണിവേഴ്സിറ്റി. നീറ്റ് റാങ്കിങ്ങിലൊക്കെ തന്നെ 1ാം സ്ഥാനം നിൽക്കുന്നതാണ് കേരള യൂണിവേഴ്സിറ്റി. ആ കേരള യൂണിവേഴ്സിറ്റിയെ
വൈസ് ചാൻസലറും ഗവർണറും കൂടി കായ്വൽക്കരിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തിയാൽ അതിശക്തമായ സമരവുമായി ഞങ്ങൾ ഇനിയും മുന്നോട്ട് വരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും DYFIക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അഭിവാദനങ്ങൾ.